എളുപ്പത്തിൽ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക, അതിൽ ഉപ്പിടുക, പച്ചമുളക് ഇടുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഉപ്പ് പിടിക്കട്ടെ പച്ചമുളകിൽ. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മളൊക്കെ അടച്ചു വയ്ക്കാം. ഇത് അരിഞ്ഞ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പാകമായി. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കൂൺ ഉപ്പേരി വയ്ക്കുമ്പോൾ ഇതിനെ ഉപ്പേരി എന്ന് പറയും. ഇത് നല്ല വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ കൊടുത്തേക്കാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ ഇതുപോലെ എളുപ്പത്തിലൊരു ഉപ്പേരി വെച്ച് ചമ്മന്തി ഉണ്ടാക്കി 2 മുട്ടയും പൊരിച്ച് കൊണ്ടുപോകാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകം ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇത് വേറൊരു രീതിയാണ്, വേറൊരു ടേസ്റ്റുമാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് വരുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റും മണമാണ്. അപ്പോൾ ഇതിങ്ങനെ എളുപ്പത്തിലുണ്ടാക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. കണ്ട, ഞാൻ ഇന്നലെ ഒടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാണ്. ഞാൻ നട്ട കറിവേപ്പില നല്ല വെയിലുള്ളിടത്ത് നട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇതുപോലെ ഇല ഒടിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ ഇന്നലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒടിച്ചെടുത്തതാണ്. സൂപ്പറായിട്ട് കിട്ടും. ഇത് ചെറിയ ഇലയുള്ള പല ടൈപ്പ് കറിവേപ്പിലയുണ്ട്. ഇത് ചെറിയ ഇലയുള്ളത് നമ്മളിതുപോലെ ഒടിച്ചെടുക്കണം. കണ്ടില്ലേ, ഒടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ കിളിച്ച് കയറുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്ന് പറഞ്ഞാൽ കറിയിലൊക്കെ ഇടുമ്പോൾ എന്തൊരു മണമാണെന്നറിയാമോ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇടാം. സൂപ്പറല്ലേ. കറികൾക്കെല്ലാം കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി മണമാണ്. കണ്ടില്ലേ, മണത്തില്ലേ, ഒരു വെറൈറ്റി മണമാണ്. അപ്പോൾ ഇത് നല്ല മണം, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ കഴിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയ കേട്ടോ. ഇത് വഴുതനങ്ങ ഞാൻ കൃഷി ചെയ്തെടുത്തത്, കറിവേപ്പില ഞാൻ കൃഷി ചെയ്തെടുത്തത്, പച്ചമുളക് ഞാൻ കൃഷി ചെയ്തെടുത്തത്, ഉള്ളി ഞാൻ വാങ്ങിച്ചത് കേട്ടാ, സവാള ഞാൻ വാങ്ങിച്ചതാ, ഈ ചട്ടി ഞാൻ വാങ്ങിച്ചതാ. അയ്യോ, അപ്പോൾ നമ്മൾ ഈ ചെടികൾ നടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ പച്ചക്കറിയും നട്ടെടുക്കണം. അപ്പോൾ ഇതേപോലെ രാവിലെ പറിച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ സാധനം കറികളും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ പാൽക്കറി വയ്ക്കാം. രാവിലെ പാൽക്കറി ഉണ്ടാക്കിയ പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പിന്നെന്താണ്, പിന്നെ ഇത് തീയൽ വയ്ക്കാം. തേങ്ങ വറുത്തരച്ച് നല്ല കറിയാക്കി. അംഗസംഖ്യകളൊക്കെ കൂടുതലുള്ളിടത്ത് ഇത്ര മതി. കുറച്ച് ഉള്ളിയുടെയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ, പഴകിയ വളംപുളിയും ചേർത്ത് ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ചക്ക സീസണിൽ ചക്കയും ചോറും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ഓക്കെ. പിന്നെ വഴുതനങ്ങ ഞാൻ അച്ചാറുണ്ടാക്കിയത് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഇതുപോലെ കൊച്ചു എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും ലീലാമണി. അപ്പോൾ കറിവേപ്പിലയുടെ കഥ കേട്ടല്ലോ. നമ്മൾ ചെടി നടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ ഇത് ഗ്രോ ബാഗിൽ വെച്ചേക്കണതാണ് കേട്ടോ. ഇതാ പൂവുണ്ടാ, ഇന്നലെ ഞാൻ ചെന്നപ്പോൾ പൂത്ത് നിൽക്കണം, അങ്ങനെ ഒടിച്ചോണ്ട് വെച്ചതാണ്. വീട്ടാവശ്യത്തിന് കുറച്ച് ദിവസത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ചെടികൾ നടുന്ന കൂട്ടത്തിൽ അതേപോലെ തന്നെ കറിവേപ്പില ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. കറിവേപ്പിലയും നട്ടു വയ്ക്കുക. നല്ല വെയിലുള്ളിടത്ത്, ചെടിച്ചട്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് വെയിലുള്ളിടത്തോട്ട് എടുത്തുകൊണ്ട് വയ്ക്കാം. ഗ്രോ ബാഗിലൊക്കെ നട്ടാൽ മതി. ഓക്കെ, വഴിയിലോ വെയിലുള്ള ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, താങ്ക് യു.